നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. പിന്നെ അറിഞ്ഞോ, വേൾഡ് കപ്പ് മത്സരത്തിൽ ഇറ്റലി ജയിച്ചു. അല്ലല്ല, ഫുട്ബോൾ വേൾഡ് കപ്പിലല്ല, ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇറ്റലി ഒരു മത്സരം ജയിച്ചിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ടൈറ്റിൽ. ഇറ്റലി ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ നേപ്പാളിനെ 10 വിക്കറ്റിന് പരാജയപ്പെടുത്തിയിരിക്കുന്നു. ചരിത്രമാണിത്, ചരിത്രം. യെസ്, മോസ്ക ബ്രദേഴ്സ് കുറിച്ച ചരിത്രം. രണ്ടുപേരും ചേർന്നിട്ട് സെഞ്ചുറി കൂട്ടുകെട്ട്. ആന്റണി മോസ്ക 32 പന്തിൽ നിന്ന് 62 റൺസ്. ജസ്റ്റിൻ മോസ്ക 44 പന്തിൽ നിന്ന് 60 റൺസ്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 100 റൺ പാർട്ട്ണർഷിപ്പ് ബൈ ബ്രദേഴ്സ് ഇൻ T20 വേൾഡ് കപ്പ് ഹിസ്റ്ററി. യെസ്, ദിസ് ഈസ് ഇറ്റലി. നോക്കുക, ചരിത്രത്തിൽ ആദ്യമായിട്ട് വേൾഡ് കപ്പ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ, T20 വേൾഡ് കപ്പ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സഹോദരങ്ങൾ ചേർന്ന് 100 റൺ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. പുത്തൻ ചരിത്രം പിറന്നിരിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഹൃദയഭാഗമായ മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ പുത്തൻ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇറ്റലി. നേപ്പാൾ വലിയ പ്രോമിസിംഗ് പ്രകടനമൊക്കെയാണ് ഇംഗ്ലണ്ടിനെതിരെ നടത്തിയതെങ്കിൽ ഇന്ന് അതൊന്നും കണ്ടില്ല. വെറും 123 റൺസിന് അവർ ഓൾ ഔട്ടായി. 19.3 ഓവറുകളിൽ 123 റൺസിന് അവർ ഓൾ ഔട്ടായപ്പോൾ 12.4 ഓവറിൽ 44 പന്തുകൾ ശേഷിക്കെ വിക്കറ്റുകളൊന്നും നഷ്ടപ്പെടാതെ വിജയലക്ഷ്യം മറികടന്നു ഇറ്റലി. പുത്തൻ ചരിത്രം, 10 വിക്കറ്റിന്റെ വിജയം അവർ നേടുകയും ചെയ്തു. കളിയിൽ നേപ്പാളിന്റെ ബാറ്റിംഗ് തകരുകയായിരുന്നു. കുശാൽ ബോർട്ടൽ വെറും 5 റൺസ് എടുത്ത് മടങ്ങി. അതേസമയം ആസിഫ് ഷെയ്ഖ് 20 പന്തിൽ നിന്ന് 20 റൺസാണ് അടിച്ചത്. ക്യാപ്റ്റൻ രോഹിത് പൗഡൽ അടിച്ചതാവട്ടെ 14 പന്തിൽ നിന്ന് 23. ദീപേന്ദ്ര സിംഗ് ഐറി, അവരുടെ സുപ്രധാന ബാറ്റർ, 18 പന്തിൽ നിന്ന് 17 റൺസ് അടിച്ച് മടങ്ങിയപ്പോൾ ആരിഫ് ഷെയ്ഖിന്റെ സംഭാവന 24 പന്തിൽ നിന്ന് 27 റൺസിൽ അവസാനിച്ചു. ലോകേഷ് ബാമ 3 റൺസ്. അതുപോലെ ഗുൽസൻ ജായുടെ സംഭാവന 3 റൺസ്. പിന്നെ പുറത്താകാതെ നിന്ന കരൺ കേസി 11 പന്തിൽ നിന്ന് 18 റൺസ് അടിച്ചപ്പോൾ പിന്നാലെ വന്ന നന്ദൻ യാദവ് അടിച്ചത് ഒറ്റ റണ്ണുമില്ലാതെ റണ്ണൌട്ടായി മടങ്ങിപ്പോയ സ്ഥിതിയായിരുന്നു. ലാമിച്ചാനെ 5 റൺസ് അടിച്ചപ്പോൾ അവസാനം റണ്ണൌട്ടായി പോയ ലലിത് രാജ്ബൻഷി ഡെക്കായിട്ടാണ് മടങ്ങിയത്. അപ്പോൾ ഇതാണ് അവരുടെ ഒരു ഇന്നിങ്സ്. 123 റൺസിന് അവർ ഓൾ ഔട്ടായി പോയി. അതേസമയം ഇറ്റലിക്ക് വേണ്ടി അവരുടെ ഓപ്പണർമാരായിട്ട് ഇറങ്ങിയ ബ്രദേഴ്സ് ചരിത്രത്തിലേക്ക് ബാറ്റ് വീശി. ജസ്റ്റിൻ മോസ്ക 44 പന്തുകൾ 5 4 3 6 അടക്കം 60 റൺസ് അടിച്ച് പുറത്താകാതെ നിന്നപ്പോൾ സഹോദരൻ ആന്റണി മോസ്ക 32 പന്തുകൾ 3 4 6 6 അടക്കം 62 റൺസുമായിട്ട് പുറത്താകെ നിന്നു. ഒന്നിനൊന്ന് മികച്ച പ്രകടനം സഹോദരങ്ങൾ നടത്തിയപ്പോൾ T20 വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ പുത്തൻ ചരിത്രം കുറിച്ചിരിക്കുന്നു ഇറ്റലി. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.